തിരുവനന്തപുരം മേയറും കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവറുമായുണ്ടായ തർക്കത്തിൽ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് മാറ്റിയതായി സംശയം. പോലീസ് നടത്തിയ പരിശോധനയിൽ ബസ്സിനുള്ളിലെ ഡിവിആറിൽ മെമ്മറി കാർഡ് കണ്ടെത്താനായില്ല. മെമ്മറി കാർഡ് കാണാതായത് അന്വേഷിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അറിയിച്ചു. ആർ.വി. സനൂപ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സനൂപ്, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിവരങ്ങൾ കിട്ടുമായിരുന്ന മെമ്മറി കാർഡാണ് ഇപ്പോൾ ഡിവിആറിൽ ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ് ഇത് കാണാതായതെന്ന് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ കാര്യത്തിൽ വ്യക്തമായൊരു അന്വേഷണം കെ.എസ്.ആർ.ടി.സിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണോ മന്ത്രി വ്യക്തമാക്കുന്നത്? ജിൽസി, ഈ കാണുന്നതാണ് നമ്മുടെ വിവാദ ബസ് KL 15A763. ഈ ബസിന്റെ ഉള്ളിലാണ് 3 ക്യാമറകൾ ഉണ്ടായിരുന്നത്. ആ 3 ക്യാമറകളുടെ ദൃശ്യമാണ് KSRTC ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിലെ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ ആകേണ്ടിയിരുന്നത്. കാരണം ഡ്രൈവറായിട്ടുള്ള യദുവിന്റെ ആരോപണത്തിൽ ബസ്സിനുള്ളിൽ സച്ചിൻ ദേവ് MLA കയറി യാത്രക്കാരെ 15ഓളം യാത്രക്കാരുണ്ടായിരുന്നു, അവരെ ഇറക്കി വിട്ടു എന്നാണ് ആരോപിച്ചിട്ടുള്ളത്. അതിന് തെളിവായി കിട്ടേണ്ടിയിരുന്നത് ഈ ഭാഗത്തായിട്ട് സ്ഥാപിച്ചിരുന്ന ഈ ക്യാമറ ഉപകരണത്തിൽ ഉള്ള മെമ്മറി കാർഡിനുള്ളിൽ ഉള്ള ദൃശ്യങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് കന്റോൺമെന്റ് പോലീസ് ഈ ബസ് പരിശോധിക്കുന്നതിന് വേണ്ടി, ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ തമ്പാനൂരിൽ എത്തിയത്. പക്ഷേ അവർ വന്ന് ഈ സംവിധാനം DVR അടക്കം പരിശോധിച്ച് ഈ ഡിസ്പ്ലേ അടക്കം നോക്കി. പക്ഷേ അതിൽ മെമ്മറി കാർഡ് ഉള്ള ഭാഗത്ത് മെമ്മറി കാർഡ് ഇല്ലായിരുന്നു. ഒന്നുകിൽ മെമ്മറി കാർഡ് അതിൽ ഇല്ലാത്ത സംഭവം നേരത്തെ തന്നെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ മെമ്മറി കാർഡ് ആരെങ്കിലും ഊരി മാറ്റിയതാകാം എന്നുള്ളൊരു നിഗമനമാണ് പോലീസിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ സച്ചിൻ ദേവ് MLAക്കെതിരെ ഈ കേസിൽ നിർണായകമാകേണ്ടിരുന്ന ദൃശ്യങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിമുടി ദുരൂഹത ഈ വിഷയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിൽ മേയർ തന്നെ പറഞ്ഞു ബസ്സിനു കുറുകെ അവരുടെ കാർ ഇട്ടിരുന്നില്ല. പക്ഷേ പിന്നീട് CCTV ദൃശ്യങ്ങൾ വന്നപ്പോൾ അത് ആ വാദം പൊളിയുകയായിരുന്നു. അതേപോലെ ഈ ബസ്സിനുള്ളിൽ സച്ചിൻ ദേവ് MLA കയറി ഇത്തരത്തിൽ യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നതിന്റെ നിർണായകമാകേണ്ട തെളിവുകൾ അടങ്ങിയ മെമ്മറി കാർഡാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ തമ്പാനൂരിൽ 4 സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ അതിന്റെ ഉള്ളിൽ ഇന്ന് ക്യാമറകൾ സ്ഥാപിച്ച ബസ് ഉണ്ടായിരുന്നു. ബാക്കി 3 ബസ്സുകളിലും കന്റോൺമെന്റ് പോലീസ് പരിശോധന നടത്തി. അതിലെല്ലാം തന്നെ 64 GB മെമ്മറി കാർഡുണ്ട്, അതിലൊക്കെ അതിന്റെ ദൃശ്യങ്ങളുമുണ്ട്. പക്ഷേ ഈ ബസ്സിൽ മാത്രം, ഈ KL 15A763 ബസ്സിൽ മാത്രം ഈ മെമ്മറി കാർഡ് കാണാതെ പോയത് എങ്ങനെ എന്നുള്ളത് തീർച്ചയായും അതൊരു വലിയ ദുരൂഹതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മെമ്മറി കാർഡ് പരിശോധന കാണാനായി ഈ സംഭവമൊക്കെ ഉണ്ടായത് ശനിയാഴ്ചയാണ്. അത് കഴിഞ്ഞ് ഇന്നാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കാൻ എത്തുന്നത്. അത് തന്നെ ഒരു വലിയ വീഴ്ചയല്ലേ? ഇത്രയും ദിവസത്തെ ഒരു ഇടവേള ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾക്ക് ഇഷ്ടംപോലെ സമയം കൊടുത്തു എന്നുകൂടെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള ഒരു വീഴ്ചയെ കാണാമോ ഇത്? തീർച്ചയായിട്ടും. കാരണം ഇന്നിപ്പോൾ കന്റോൺമെന്റ് CI ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി തമ്പാനൂരിലെത്തിയത്. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ബസ്സിനുള്ളിൽ, ഈ സൂപ്പർഫാസ്റ്റ് ബസ്സിനുള്ളിൽ ഇത്തരത്തിൽ ക്യാമറ ഉണ്ടായിരുന്നു എന്നുള്ളത് വൈകിയാണ് പോലീസിന് വിവരം ലഭിച്ചത്. അതുകൊണ്ടാണ് ഈ 4 ദിവസത്തിന് ശേഷം മാത്രം ഇവിടെ വന്ന് പരിശോധിക്കേണ്ടി വരുന്നു. ഒരുപക്ഷേ ഈ ശനിയാഴ്ച രാത്രി തന്നെ ആരെങ്കിലും ഈ മെമ്മറി കാർഡ് ഈ ബസ്സിൽ നിന്ന് എടുത്തു മാറ്റിയതാകാം എന്നുള്ള സംശയം പോലീസിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ കൂടി പോലീസിന് അന്വേഷണം നടത്തേണ്ടി വരും. യദു ഒരു പരാതി നൽകിയിട്ടുണ്ട്, തന്നെയും അപമാനിച്ചു, ഈ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു, ട്രിപ്പ് മുടക്കി എന്നുള്ള ഒരു പരാതി യദു നൽകിയിട്ടുണ്ട്. മേയർ ഉൾപ്പെടെ സച്ചിൻ ദേവ് MLA ഉൾപ്പെടെ 5 പേർക്കെതിരെ. പക്ഷേ അതിൽ ഇതുവരെയായിട്ടും കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടില്ല. ഇനി നിർണായകമാകേണ്ടിയിരുന്ന യദുവിന്റെ പരാതിയിൽ കേസെടുക്കേണ്ടി സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി നിർണായകമാകേണ്ടിരുന്ന ദൃശ്യങ്ങൾ കൂടി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് യദുവിന്റെ പരാതിയിൽ കേസെടുക്കുന്നത് അനന്തമായിട്ട് നീളാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. എന്തായാലും അനന്തു കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്, ഗതാഗത മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഇതിലൊന്നും തുടർ നടപടി ഇല്ലെങ്കിൽ മാത്രം ഇനി കോടതിയിൽ സമീപിക്കുമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ KSRTC CMDയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജിൽസി, സനൂപ്, ഒപ്പം തന്നെ മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ ഈ മെമ്മറി കാർഡ് ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി. കാരണം എവിടെ നിന്ന് നഷ്ടപ്പെട്ടു, എങ്ങനെ നഷ്ടപ്പെട്ടു എന്നൊന്നും ഇനി കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പോലീസിന് നീങ്ങാവുന്ന വഴി അത് ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ നിന്ന് കൂടുതൽ മൊഴിയെടുക്കുക, അവരെ കണ്ടെത്തുക, ആരെങ്കിലും ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുക. അത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലീസ് ഇതിനിടയ്ക്ക് നടത്തിയിരുന്നു.
പോലീസ് ഈ പറയുന്ന തരത്തിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ തമ്പാനൂർ ഡിപ്പോയിൽ നിന്ന് ശേഖരിച്ച് അവരെയൊക്കെ വിളിച്ചു. പക്ഷേ അവരെ വിളിച്ചപ്പോൾ അവരെല്ലാം ഡ്രൈവറെ അനുകൂലിച്ചിട്ടുള്ള നിലപാട് തന്നെയാണ് എടുത്തത്. അതുകൊണ്ടാണ് ഗതാഗത മന്ത്രി പോലും യദുവിനെ പിരിച്ചുവിടേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. മൊത്തം CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം യദുവിനെതിരെ നടപടിയെടുത്താൽ മതി. നിലവിലിപ്പോൾ യദുവിനെ ഈ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും താൽക്കാലിക ജീവനക്കാരനാണ് യദു. പക്ഷേ പിരിച്ചുവിടലിലേക്ക് എത്താത്തതിന്റെ പ്രധാന കാരണവും ഇത്തരത്തിൽ യദുവിനെ പിരിച്ചുവിടാത്തതിലേക്ക് എത്താതിരുന്നതിന്റെ പ്രധാന കാരണവും യാത്രക്കാരൊക്കെ യദുവിന് അനുകൂലമായി മൊഴി നൽകിയത് കൊണ്ടാണ്. സനൂപ് തുടരുക. ഇപ്പോൾ